نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പവിത്രമായ ഒരു മാസത്തിൽ ഏറ്റവും പവിത്രമായ ദിവസങ്ങളിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഹാജിമാർ ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി മസ്ജിദുൽ ഹറമിലും പരിസരത്തുമായി ഒരുമിച്ച് കൂടി ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ദിവസങ്ങൾ എണ്ണി മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുന്ന ഏറെ അനുഗ്രഹീതമായ ഏറെ പുണ്യകരമായ ദിനങ്ങൾ. ഹജ്ജിന് പോയിട്ടില്ലാത്ത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബലിപെരുന്നാളിന് വേണ്ടി കാത്തിരിക്കുന്ന, താൻ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ബലി അർപ്പിക്കുവാൻ വേണ്ടി കരുതിയിരിക്കുന്ന ബലിമൃഗത്തെ അറക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ സംഭവം. ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടുന്ന ചില പ്രധാനമായ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് ഇൻഷാ അല്ലാഹ് ഇത്തരണത്തിൽ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാ, ഖുത്ബത്തുൽ വിദാ, ഇത് രണ്ടും ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ സ്മരിക്കപ്പെടുന്ന രണ്ട് അധ്യായങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് കർമ്മം, ലക്ഷക്കണക്കിന് സ്വഹാബാക്കൾക്ക് ഒന്നിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ആ ഹജ്ജ് കർമ്മവും, അതേപോലെ തന്നെ അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഖുത്ബത്തുൽ വിദാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രഭാഷണവും. ഈ പ്രഭാഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഉത്ബോധിപ്പിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമായിട്ടാണ് ഈ ഖുത്ബത്തുൽ വിദാ അറിയപ്പെടുന്നത്. ഹജ്ജത്തുൽ വിദായിലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രഭാഷണം ലോക ചരിത്രത്തിലെ
ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. അത്രയും അർത്ഥഗർഭമായ ആശയങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിൽ ഓർത്തത്, സ്വഹാബത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പ്രഭാഷണം, ആ പ്രഭാഷണത്തിൽ റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞു: അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി, മനുഷ്യരെ നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുക, എനിക്ക് ഗൗരവത്തോടു കൂടി നിങ്ങളുടെ മുൻപിൽ ചെന്ന് പറയുവാനുണ്ട്. ഉബയ്യിനുലക്കും, ഞാൻ അത് നിങ്ങൾക്ക് വിശദമാക്കി തരാം. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, എനിക്കറിയില്ല, ഒരു പക്ഷേ അടുത്ത വർഷം ഇതുപോലെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം. ഫി മൗഖിഇ ഹാദാ, ഇതുപോലെ ഒരു സ്ഥലത്ത് വെച്ച് ഇതേ രീതിയിൽ അടുത്ത വർഷം നമുക്ക് കണ്ടുമുട്ടാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം, എനിക്ക് തീർച്ചപ്പെടുത്തി പറയാൻ അറിയില്ല. അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ, എങ്ങനെയാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്, എങ്ങനെയാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്, എങ്ങനെയാണ് കാബയെ തവാഫ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സഅയ്, മുസ്ദലിഫയിൽ എന്താണ്, മിനയിൽ എന്താണ്, അറഫയിൽ എന്തൊക്കെയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്നിൽ നിന്ന് കണ്ട് സ്വീകരിക്കുക. ഞാൻ എങ്ങനെയാണോ ഹജ്ജ് പഠിപ്പിച്ചു തന്നത് അതുപോലെ ഹജ്ജ് നിർവഹിക്കുക. അതിനൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ആളുകൾ, അടുത്ത വർഷം അതിന് തൗഫീഖിന് വേണ്ടി കാത്തിരിക്കുന്ന വിശ്വാസികള് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മൾ അവിടെ ചെല്ലുമ്പോ പല കോലത്തിലും പല രൂപത്തിലും ആളുകൾ ഹജ്ജ് ചെയ്യുന്നത് കാണാം. ഹജ്ജ് മാത്രമല്ല, ഉംറയായിരുന്നാലും, ഉംറ മാത്രമല്ല തവാഫായിരുന്നാലും, അവിടെയൊക്കെ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ എങ്ങനെയൊക്കെയോ നിർവഹിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണും. അപ്പോ നമ്മൾക്ക് അതിൽ ബേജാറുണ്ടാവേണ്ടതില്ല. ഇയാളെന്താ ഇങ്ങനെ, ഒരു പക്ഷെ അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ നിന്ന് അതേ രീതിയിൽ നമസ്കാരത്തെ കുറിച്ചായിരുന്നാലും ഹജ്ജിനെ കുറിച്ചായിരുന്നാലും കൃത്യമായി റസൂൽ പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂൽ അതാ പറഞ്ഞത്, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടോ അതുപോലെ നമസ്കരിക്കുക. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോ ഖുദു അന്നി മനാസിക്കക്കും, എങ്ങനെയാണോ ഞാൻ ഹജ്ജ് നിർവഹിച്ചത് അതുപോലെ നിർവഹിക്കുക. അപ്പം പോകുന്ന ആളുകൾ നേരത്തെ തന്നെ അതൊക്കെ പഠിക്കണം, അതിനുവേണ്ടി ഒരുങ്ങണം. ഒരുപാട് ക്ലാസ് കേട്ടാലും ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തീരൂല. അപ്പൊ മാനസികമായിട്ട് ഇതിന് സജ്ജമാവുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് റസൂൽ പറഞ്ഞു. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ആമി ഹാദാ, എനിക്കറിയില്ല അടുത്ത വർഷം ഹജ്ജ് ചെയ്യുവാനുള്ള തൗഫീഖ് എനിക്ക് ലഭിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. അള്ളാഹുവിന്റെ കയ്യിലാണല്ലോ ഭാവി കാര്യങ്ങളുള്ളത്. ഈ അടുത്ത നിമിഷത്തിൽ, നമ്മൾ ജീവിച്ചിരിക്കുന്നതിന്റെ തൊട്ടടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് എത്ര സയന്റിസ്റ്റ് ആയിരുന്നാലും, എത്ര ആലിമായിരുന്നാലും, എത്ര ചരിത്രം പഠിച്ചവനായിരുന്നാലും, എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാലും നെക്സ്റ്റ് മൊമെന്റിൽ എന്താ നടക്കുക അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അമ്പിയാക്കൾക്ക് പോലും അറിയില്ല. അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായ റസൂലുള്ളാഹിക്ക് പോലും ഗൈബിയായ കാര്യങ്ങൾ അറിയുകയില്ല. ഭാവിയിൽ എന്ത് സംഭവിക്കും, നാളെ എന്ത് നടക്കും, ഞാൻ എപ്പോ മരിക്കും, എന്റെ മരണം എങ്ങനെയായിരിക്കും, ആർക്ക്? റസൂലുള്ളാഹിക്ക് പോലും അത് അറിയില്ല. അതാണ് റസൂലുള്ള പറഞ്ഞത്, ലാ അദ്രീം ലഅല്ലി ലാ അഹജ്ജു ബഅദ ആമി ഹാദാ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹജ്ജ് നിർവഹിച്ചു. അതിന്റെ തുടർച്ചയായി കൊണ്ട് മിനയിൽ വെച്ച് സൂറത്തുൻ നസ്റിന്റെ അവതരണം ഉണ്ടായി. സൂറത്തുൻ നസ്ർ ഇബ്നു മർവാൻ പറയുന്നു, ഉൻസിലത്ത് ഹാദിഹി സൂറ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറയുന്ന സൂറ അവതരിപ്പിച്ചു അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേലിൽ ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടു. ഇത് സൂറത്തുൻ നസ്ർ. സൂറത്തുൻ നസ്ർ അവതരിപ്പിക്കപ്പെട്ടു ഔസത അയ്യാമി തശ്രീഖ്. അത് അയ്യാമു തശ്രീഖ് നമുക്കറിയാം, ദുൽഹിജ്ജ മാസം 11, 12, 13 ഇതിന്റെ മധ്യ ദിവസത്തിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ 12-നാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോ ഞങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കി എന്ത്, ഇത് തനിക്ക്
വിദാഇന്റെ സമയമാണ്, ഈ ലോകം വിട്ടുപോവാൻ സമയമായി എന്നുള്ളതിന്റെ സൂചനയാണ് സൂറത്തുൻ നസ്റിന്റെ അവതരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയാണ്. അതിനുശേഷം ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും 2 മാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ജീവിക്കുന്നത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്ബിരി ഫഇന്നകി അവ്വലുൽ ഹാകം ബി ഫദഹിഖ്തു. നമുക്കറിയാലോ ആ സംഭവം. മരണത്തിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അടുത്ത് വിളിച്ചുകൊണ്ട് 2 സ്വകാര്യം പറയുന്നു. ഒന്നാമത്തെ സ്വകാര്യം കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ തേങ്ങി തേങ്ങി കരഞ്ഞു. രണ്ടാമത്തെ സ്വകാര്യം കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരൽപ്പം പുഞ്ചിരിച്ചു. ശേഷം അവരുടെ സുഹൃത്തുക്കൾ അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ആദ്യം സ്വകാര്യം പറഞ്ഞപ്പോ കരഞ്ഞത്? അവർ പറഞ്ഞു, എനിക്ക് മരിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്ന് ഉപ്പ പറഞ്ഞപ്പോഴാണ് ഞാൻ കരഞ്ഞത്. പിന്നെ നിങ്ങൾ ചിരിച്ചത് എന്തിനാണ്? അത് എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് ചേരുന്നത്, അഥവാ എനിക്ക് ശേഷം ആദ്യം മരിക്കുന്നത് ഫാത്തിമ നീയായിരിക്കും എന്ന് കേട്ടപ്പോഴാണ് അതിനാണ് ഞാൻ ചിരിച്ചത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഹുവ അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ആളുകൾ കൂട്ടം കൂട്ടമായി മതത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തി കഴിഞ്ഞാൽ ജനങ്ങൾ ഒന്നായിട്ട് ഇസ്ലാമിലേക്ക്, അങ്ങനെ ഒരു കാഴ്ചയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നാളുകളിൽ. ഏറെ സന്തോഷകരമായ, ആഹ്ലാദകരമായ, മനസ്സിന് ഇമ്പം നൽകുന്ന, കണ്ണിന് ആനന്ദം നൽകുന്ന മനോഹരമായ കാഴ്ച. ആദ്യത്തിലൊക്കെ ഒരാൾ ഇസ്ലാമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രയാസമായിരുന്നു. എത്രയെത്ര പീഡനങ്ങൾ, എത്രയെത്ര പ്രയാസങ്ങൾ, എത്രയെത്ര പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ആദ്യഘട്ടത്തിൽ ഓരോരുത്തർ ഇസ്ലാമിലേക്ക് വന്നത്. എന്നാൽ പിന്നെ അങ്ങനെയല്ല. ഒന്നായിട്ട്, ഒരു നാടൊന്നായിട്ട്, ഒരു ഗോത്രം ഒന്നായിട്ട്, ഒരു കൂട്ടം ഒന്നായിട്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നായിട്ട് ഇസ്ലാമിലേക്ക് ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വന്ന സന്ദർഭം. അങ്ങനെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ഫറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അങ്ങനെ ഇത് സംഭവിച്ചാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അല്ലാഹുവിനെ നീ തസ്ബീഹ് ചെയ്യുക, അല്ലാഹുവിനെ സ്തുതിക്കുക. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൂചനയാണ്. ഇനി ഹംദിലേക്ക് മടങ്ങാൻ, ഇനി തസ്ബീഹിലേക്ക് മടങ്ങാൻ, ഇനി അല്ലാഹുവിലേക്ക് മടങ്ങാൻ എന്റെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൈസ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ. ഈ ആയത്തിന്റെ വിശദീകരണത്തിലാണ് അദ്ദേഹം പറയുന്നത്, പൂർണ്ണതയ്ക്ക് ശേഷം പിന്നെ അത് ദ്രവിച്ചു പോകലല്ലാതെ മറ്റൊന്ന്. വെച്ചാൽ ഇസ്ലാമിന്റെ ഒരു പരിപൂർണത സംഭവിച്ചു, പിന്നെ അതിന്റെ നുഖ്സാനാണ്. എന്ന് വെച്ചാൽ പിന്നെ റസൂലുള്ളാഹിയുടെ നഷ്ടമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ് എന്നുള്ളതിന്റെ സൂചനയായിരുന്നു സൂറത്തുൻ നസ്റിന്റെ അവതരണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് കീഴ്പ്പെടുന്നു. ആ മരണത്തെ കുറിച്ചുള്ള മെസ്സേജ് ഖുത്ബത്തുൽ വിദാഇന് ശേഷം, ഹജ്ജത്തുൽ വിദാഇന് ശേഷം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത് ഇതിൽ നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം. ഇവിടെ അള്ളാഹിന്റെ റസൂലിന് പോലും ഈ മരണത്തെ കുറിച്ച് ഒരു ധാരണ ഇല്ല എങ്കിൽ, അള്ളാഹുവിന്റെ റസൂല് പോലും മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിൽ ഒന്നുമല്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹാൽ എന്താണ് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം. അള്ളാഹു റസൂലിന് ആ മരണത്തെ തടുത്തു നിർത്താൻ പറ്റിയിട്ടില്ല, ആ മരണത്തെ ഒന്ന് അങ്ങോട്ട് മുന്നോട്ടാക്കാൻ പറ്റിയിട്ടില്ല, ആ മരണത്തിൽ നിന്ന് ഒരല്പം മുന്നോട്ട് നീങ്ങാൻ പറ്റിയിട്ടില്ല. ആ മരണത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു രക്ഷ ലഭിക്കാൻ ലോകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അതിനർഹൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവേണ്ടിയിരുന്നു. പക്ഷെ പറ്റിയിട്ടില്ലല്ലോ. പ്രവാചകന്റെ മുൻപിൽ പോലും മരണമാണ് വിജയിക്കുന്നത് എങ്കിൽ നമ്മളെ മുൻപിലേക്കും വരാനുള്ള മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർണ്ണതയ്ക്ക് ശേഷം സംഭവിക്കുന്ന നുഖ്സാൻ പോലെ നമ്മൾക്കും ഒരു അവധി കഴിഞ്ഞാൽ എല്ലാം ഇട്ടേച്ച് നമ്മൾ ഈ വെട്ടിപ്പിടിക്കുന്നതും ഉണ്ടാക്കുന്നതും കണ്ടെത്തുന്നതും നമ്മുടേതാക്കി മാറ്റുന്നതും ഒക്കെ നാളെ നമ്മളതല്ലല്ലോ.
നമ്മൾ ഇന്ന് ഉപയോഗിച്ചിരുന്ന പലതും മുൻപ് നമ്മുടേതായിരുന്നില്ലല്ലോ. ഇന്ന് അധികാര കസേരയിൽ ഇരിക്കുന്നവർ, സമ്പന്നതയ്ക്ക് മുൻപിൽ അടയിരിക്കുന്നവർ, ഇതെല്ലാം എന്റേതാണെന്ന് അവകാശപ്പെടുന്നവർ, ഈ അവകാശവാദങ്ങൾക്ക് മുൻപ് ഇന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന പലതും ഇന്നലെ ആരുടെ കയ്യിലായിരുന്നു? അയാൾ ഇന്ന് എവിടെയാണ്? ഇല്ല. അവരൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി. ഞാൻ നടക്കുന്ന മണ്ണ്, ഞാൻ നിൽക്കുന്ന ഭൂമി, ആ ഭൂമിയും ആ മണ്ണും പണ്ട് മറ്റു പലരുടേതുമായിരുന്നു. ഇന്ന് എന്റേതാണ്, നാളെയോ വേറൊരുത്തൻ്റെതാണ്. ഇതൊരു സത്യമാണ്. ഇതറിഞ്ഞുകൊണ്ട് വേണം ഈ ഭൂമിക്ക് മുകളിൽ നമ്മൾ സഞ്ചരിക്കുവാൻ. ഇതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തേത്, മനുഷ്യന്റെ ജീവൻ, മനുഷ്യന്റെ സമ്പത്ത്, മനുഷ്യന്റെ മാനം, ഇതിന് ഇസ്ലാം നൽകുന്ന ഒരു പ്രാധാന്യമുണ്ട്. വലഖദ് കറംനാ ബനി ആദം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. അല്ലാഹ് മനുഷ്യന്റെ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവായ റബ്ബ് മനുഷ്യനെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യന്റെ അഭിമാനത്തിന് വില കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യന്റെ മാനത്തിന് മൂല്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ മാനം നശിപ്പിക്കാൻ, ആ സമ്പത്ത് കയ്യേറാൻ, ആ ജീവൻ എടുക്കാൻ മനുഷ്യർക്കൊരിക്കലും അവകാശമില്ല. അയ്യോ യൗമിൻ ഹാദാ. അല്ലാഹു റസൂൽ ചോദിക്കാണ്, ഇന്നത്തെ ദിവസം ഏതാ? അപ്പൊ സ്വഹാബാക്കൾ പറഞ്ഞു, യൗമുൻ നഹർ, ഇന്ന് ഹജ്ജിന്റെ ഭാഗമായിട്ടുള്ള ബലിദിനമാണ്. അയ്യു ഷഹരിൻ ഹാദാ, ഈ മാസം ഏതാണ്? റസൂലുള്ളാഹിക്ക് വരെ സഹാബത്തിന് പറയാ, അവർ പറഞ്ഞു ദുൽഹിജ്ജ മാസമാണ്. അയ്യു ബലദിൻ ഹാദാ, ഈ നാട് ഏതാ? ഇത് മക്കയാണ്, പുണ്യമക്ക. പുണ്യമക്ക, പുണ്യദിനം, പുണ്യമാസം. ഇത് റസൂലുള്ളാഹിക്ക് വരെ അവർക്ക് വരെ. പക്ഷെ അവരുടെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത കൊണ്ടുവരാൻ വേണ്ടിയാണ്, ആ ഒരു മൈൻഡിലേക്ക് അവര് വരാൻ വേണ്ടിയാണ് വിശ്വാസം ചോദിച്ചത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഇലാ യൗമിൻ തൽഖൗനഹു. ഈ ദിനത്തിലുള്ള പ്രാധാന്യത്തെക്കാൾ, ഈ മാസത്തിനുള്ള പ്രാധാന്യത്തെക്കാൾ, ഈ സ്ഥലത്തിനുള്ള പ്രാധാന്യത്തെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ രക്തം. അനർഹമായിട്ട് ഒരാളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. അനർഹമായിട്ട് ഒരാളെ നമ്മൾ മുറിവേൽപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ സമ്പത്ത്, ഒരാളുടെ സമ്പത്തിൽ നിന്നൊരു നയാ പൈസയും അനർഹമായിട്ട് എടുക്കാൻ പാടില്ല. അത് അള്ളാഹ് പവിത്രമാക്കിയതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹ് പവിത്രമായി കണ്ട ഒന്നിനെ പിന്നെ നമ്മൾക്ക് എടുക്കാൻ എന്താ അവകാശമുള്ളത്? ഇന്ന് നമ്മൾ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന രീതി, മറ്റുള്ളവന്റേത് നമ്മുടേതാക്കി മാറ്റുവാൻ വേണ്ടി പരക്കം പായുന്ന രീതി, നിസ്സാര കാര്യങ്ങൾക്ക് ക്യാമ്പസിലായിരുന്നാലും, കുടുംബത്തിലായിരുന്നാലും, രാഷ്ട്രീയത്തിലായിരുന്നാലും, രാജ്യത്തിലായിരുന്നാലും വർഗീയത കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റാരോപണങ്ങൾ നടത്തി ആളുകളെ കൊലക്കൊടുക്കുന്ന ക്യാമ്പസിലൊക്കെ ഇന്ന് അടി ഉണ്ടാവാൻ ഒരു കാരണം വേണ്ട. അടിക്കുക, പൊട്ടിക്കുക. ഏത് ഗ്ലാസും ചില്ലും മാത്രല്ല, സുഹൃത്തിന്റെ തലയും അടിച്ചു പൊട്ടിക്കുന്ന ഒരു കൾച്ചർ, നിസ്സാര കാര്യങ്ങൾക്ക് അടിയുണ്ടാക്കുന്ന രീതിയിൽ. അത് കുടുംബത്തിലും അങ്ങനെ തന്നെ, സഹോദരങ്ങൾ തമ്മിൽ അങ്ങനെ പലയിടത്തും, എല്ലായിടത്തും തിന്മയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നിസ്സാര കാര്യങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹു അതിന് വെച്ച ഒരു വാല്യൂ ഉണ്ട്, അള്ളാഹു അതിന് വെച്ച ഒരു പവിത്രതയുണ്ട്. അത് നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. അത് സമ്പത്തിന്റെ വിഷയത്തിൽ, അഭിമാനത്തിന്റെ വിഷയത്തിൽ, രക്തത്തിന്റെ വിഷയത്തിൽ. ഈ ദിവസത്തെക്കാൾ, ഈ മാസത്തെക്കാൾ, ഈ സ്ഥലത്തെക്കാൾ പവിത്രത ഉണ്ട് കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് അന്യായമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അള്ളാഹു റസൂൽ പഠിപ്പിച്ച സംഗതി ഉണ്ടല്ലോ, നിങ്ങൾ വേറൊരാൾക്ക് നേരെ ആയുധം കത്തിയെടുത്തിട്ട് ഇങ്ങനെ ചൂണ്ടാൻ പോലും പാടില്ല. ഒരു കത്തി, അതൊക്കെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകൾ കാണിക്കേണ്ടുന്ന മര്യാദയിൽപ്പെട്ടത്. ഒരു കത്തി ചൂണ്ടാൻ പോലും പാടില്ല, വെറുതെ തമാശക്ക് പോലും അത് ചെയ്യാൻ പാടില്ല. വിശ്വാസം പഠിപ്പിക്കേണ്ട അത്ര ഒരു കൃത്യതയും നിലപാടും ഇസ്ലാം പഠിപ്പിച്ചു. ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കൂ നിങ്ങൾ, വർണ്ണവിവേചനം. ദക്ഷിണാഫ്രിക്കയിലൊക്കെ കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള ഫൈറ്റ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിൽ ജൂതന്മാരും അല്ലാത്തവരും തമ്മിലുള്ള സംഘർഷം, രക്തം ചിന്തൽ ഇന്നും ലോകത്ത് തുറന്നുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ രാജ്യത്ത് സവർണരും അവർണരും തമ്മിലുള്ള സംഘർഷം അതിനെ കത്തിക്കാനും അതിനെ ഊതിപ്പെരുപ്പിക്കാനും ആണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹത്തെക്കുറിച്ചാണ് ഇസ്ലാം സംസാരിക്കുന്നത്. അമേരിക്കയിൽ ഈ അടുത്ത് നമ്മൾ കേട്ട വാർത്തയാണ്, കറുത്ത വർണ്ണക്കാരനായ ഒരു പോലീസുകാരനെ അടിച്ച് നിലംപരിശാക്കിയ സംഭവം. എന്താ പ്രശ്നം? അവൻ കറുത്തവനാണ് എന്നതുകൊണ്ട് മാത്രം. ഒരു കറുത്ത ഫുട്ബോൾ താരത്തെ ഈ അടുത്ത് കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ പത്രത്തിൽ വായിച്ചു. വർണ്ണത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ ഇവൻ വെളുത്തവനായി പോയി, അവൻ കറുത്തവനായി പോയി എന്നതിന്റെ പേരിൽ മാത്രം എവിടെയാണ് നീതി? എവിടെയാണ് പിന്നെ സ്നേഹം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒന്നാണ് കേട്ടോ. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. റബ്ബ് ഒന്നാണ്, പിതാവ് ഒന്നാണ്. ലാ ഫദ്ല ലി അറബിയിൻ അലാ അഅജമിയിൻ, ഒരു അറബിക്കും അനറബിയേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല. വല അഹ്മറ അല അസ്വദ്, ഒരു ചുവന്നവന് കറുത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, അള്ളാഹുവിന് ഒരിക്കലും ഒരു കാര്യം കൊണ്ട് ശ്രേഷ്ഠതയുള്ളത് എന്താ? അത് തഖ്വ കൊണ്ട്. തഖ്വ ഉണ്ടെങ്കിൽ അവൻ ശ്രേഷ്ഠ. അല്ലാതെ ഞാൻ വെളുത്തവനായി, ഞാൻ ചുവന്നവനായി, ഞാൻ പണക്കാരനായി, ഞാൻ ഇന്ന രാജ്യക്കാരനായി, ഞാൻ അറബിയായി, ഞാൻ ഇംഗ്ലീഷുകാരനായി, നത്തിങ്. അവിടെ ഒന്നുമില്ല. പക്ഷേ ഇത് പ്രഖ്യാപിച്ച ഇസ്ലാം അത് വെറുതെ പ്രഖ്യാപിക്കല്ല. ഇപ്പോ ഇങ്ങനെ വർണ്ണവിവേചനത്തിനെതിരെ സമരം ചെയ്ത് വിപ്ലവം ഉണ്ടാക്കിയ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടെ ഇന്നും അത് നിലനിൽക്കുന്നു. എന്നാൽ ഇസ്ലാം അത് പ്രാവർത്തികമാക്കി അങ്ങോട്ട് കാണിച്ചു കൊടുത്തു, അല്ലേ? കറുത്ത ബിലാലും വെളുത്ത സിദ്ദീഖുൽ അക്ബറും ഒരേ സഫിൽ നിന്ന് നമസ്കരിച്ചു. ചിലപ്പോഴൊക്കെ ബിലാൽ ഒന്നാമത്തെ സഫിലും സിദ്ദീഖുൽ അക്ബർ രണ്ടാമത്തെ സഫിലും. സിദ്ദീഖുൽ അക്ബർ സുജൂദ് ചെയ്യുന്നത് ഒരു പക്ഷേ ബിലാലിന്റെ കാൽച്ചോട്ടായി ആയിരിക്കാം. ഇത് വെറും ഒരു സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമായിരുന്നു. കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കേണ്ടുന്ന സന്ദർഭം വന്നപ്പോ ഫത്ഹു മക്കയുടെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പറയും? അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രമുഖരായ ആളുകള് ആ ഒരു ചാൻസ് എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തെരഞ്ഞു. അപ്പോ സഹാബാക്കൾ ഇങ്ങനെ പ്രതീക്ഷിച്ചു, ഇനിയായിരിക്കും തരുന്നത്. അല്ല, റസൂലുള്ള വിളിച്ചു, ഐന ബിലാൽ. ആ കൂട്ടത്തിൽ ഏറ്റവും കറുത്ത മനുഷ്യൻ, നിറത്തിനല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്പൃശ്യത കൽപ്പിച്ചത്, മറിച്ച് അദ്ദേഹത്തിന്റെ തഖ്വ പരിഗണിച്ചിട്ട് റസൂലുള്ള ചോദിച്ചു, ഐന ബിലാൽ. ബിലാൽ ഞെട്ടിപ്പോയി. കറുത്തവനായ ബിലാൽ ഞെട്ടിപ്പോയി. ബിലാൽ വന്നു. ബിലാലിന് കഅബയുടെ മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൾ, ഖുറൈശി പ്രമുഖനായ റസൂലുള്ളാഹ് തന്റെ വെളുത്ത കൈകൾ കഅബയിലേക്ക് ചേർത്ത് വെച്ച് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആദ്യം റസൂലുള്ളാഹിയുടെ കയ്യിൽ ചവിട്ടി, പിന്നെ റസൂലുള്ളാഹിയുടെ തോളത്ത് ചവിട്ടിയിട്ടാണ് കറുത്ത ബിലാൽ കഅബയ്ക്ക് മുകളിൽ കയറി ബാങ്ക് വിളിക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ സമത്വം എന്ന് പറയുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുൻപ് പ്രഖ്യാപിച്ച സമത്വമാണ്. ഇന്നും ലോകത്ത് അത് ഉണ്ടാകുന്നില്ല എങ്കിൽ ഇസ്ലാം മനോഹരമായ മെസ്സേജാണ് ലോകത്തിന് മുൻപിൽ നൽകുന്നത്. വിശുദ്ധ ഇസ്ലാം അത് പഠിപ്പിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രാവർത്തിക രൂപം കാണിച്ചു കൊടുക്കും. അതോടൊപ്പം ജാഹിലിയത്തിന്റെ എല്ലാ തിന്മകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചും. അബ്ദുൽ മുത്തലിബിന്റെ മൂത്ത മകൻ ഹാരിസിന്റെ മകൻ റബീഇന്റെ ഒരു കുട്ടി ലൈസ് ഗോത്രത്തിൽ പാലൂട്ടാൻ ഏൽപ്പിക്കപ്പെട്ടിരുന്നു. അവിടെ ജാഹിലിയ കാലത്ത് അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. നമ്മളെ കുടുംബത്തിൽപ്പെട്ട കുട്ടിയെ ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ പോയി കൊണ്ടിട്ട് മുല കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കും. അവിടുത്തെ ഒരു കൾച്ചർ കിട്ടാൻ വേണ്ടിയിട്ട്, ഗ്രാമീണമായി വളരാൻ വേണ്ടിയിട്ട്. അതിനിടക്കാണ് ഹുദൈൽ ഗോത്രത്തിൽപ്പെട്ട ആളുടെ അമ്പേറ്റ് ഈ കുട്ടി മരിക്കുന്നത്. ഇത് അവർക്കിടയിൽ ഒരു പകയായി നിലനിന്നു. ഫത്ഹ് ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ഇന്ന കുല്ല ദമിൻ കാന ഫിൽ ജാഹിലിയ മൗദൂഅൻ. ജാഹിലിയ കാലത്തുള്ള എല്ലാ പ്രതികാരത്തെയും ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു. വ ഇന്ന അവ്വല ദിമാഇക്കും ആദ്യമായി ഞാൻ ക്യാൻസൽ ചെയ്യുന്നത്, ഇല്ലാതാക്കുന്നത് ഇബ്നു റബീഇന് വേണ്ടിയുള്ള പ്രതികാരത്തെയാണ്. അതിനെയൊക്കെ ഇനി പ്രതികാരം ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അതേപോലെ തന്നെ റിബ, പലിശയുടെ വിഷയത്തിൽ ഇനി പലിശയില്ല. വലക്കും റൂഉസും വാലിക്കും, നിങ്ങൾ കൊടുത്ത മൂലധനം, ക്യാപിറ്റൽ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം.
പലിശ നീ വാങ്ങാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ബാസിന്റെ പലിശയെ ഞാനിതാ കംപ്ലീറ്റ്ലി ഇനി അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പലിശ ആരും കൊടുക്കണ്ട. ഇങ്ങനെ പ്രാവർത്തിക രൂപം കാണിച്ചു കൊടുത്ത ഒരു മഹാപ്രഖ്യാപനമായിരുന്നു ഫത്ഹു മക്കയിൽ സംഭവിച്ചത്, ഖുത്ബത്തുൽ വിദാഇൽ സംഭവിച്ചത്. അതേപോലെ തന്നെ സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് പ്രഖ്യാപിച്ചു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയ 90 പുരുഷന്മാരിൽ പകുതി മുഹാജിറുകളും പകുതി അൻസാറുകളുമായിരുന്നു. അവർക്കിടയിൽ നല്ല ഒരു സാഹോദര്യം, ലോകത്ത് നിലനിൽക്കേണ്ടുന്ന മാതൃകാപരമായ ഒരു സാഹോദര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി കൊടുത്തു. സ്ത്രീകളോട് മാന്യത കാണിക്കാൻ പറഞ്ഞു. യാ അയ്യുഹന്നാസ് ഇന്ന നിസാഅ ഇൻദകും അവാൻ, സഹോദരങ്ങളെ, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ ആശ്രിതരാണ്. നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഭാര്യമാർ, അവർ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ മക്കൾ, പെൺമക്കൾ, അവർ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അഹത്തുമൂഹുന്ന, പ്രത്യേകിച്ച് ഭാര്യമാരുടെ വിഷയത്തിൽ അഹത്തുമൂഹുന്ന അമാനത്തില്ല, അള്ളാഹുമായുള്ള ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ്, ഒരു കരാറോട് കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് അനീതി കാണിക്കാൻ പാടില്ല. ഇസ്ലാമിക പ്രബോധനത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി സൂചന നൽകി. സ്വഹാബാക്കളോട് ചോദിച്ചു, മരിച്ച് പരലോകത്ത് വരുമ്പോ എന്നെ കുറിച്ച് റബ്ബ് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? അതിന് സ്വഹാബത്ത് നൽകിയ മറുപടി, നിങ്ങൾ നിങ്ങളുടെ ബാധ്യത നിറവേറ്റിയിരിക്കുന്നു, നിങ്ങൾ എത്തിക്കേണ്ടത് എത്തിച്ചു തന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ റസൂൽ ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, വൽതകും മിൻകും ഉമ്മ, നിങ്ങളൊരു വിഭാഗം ഉണ്ടായിരിക്കട്ടെ, യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങളെ കുറിച്ച് പറയുന്ന, വയൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്ന ഒരു ടീം നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർക്കാണ് വിജയം. ഇത്രയും മനോഹരമായ സന്ദേശങ്ങളാണ് ഫത്ഹിന്റെ ദിവസം, ഖുത്ബത്തുൽ വിദാഇന്റെ ദിവസം, ഹജ്ജത്തുൽ വിദാഇന്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് നൽകിയത്. ഇത് ഉൾക്കൊള്ളുവാനും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബത്തുൽ വിദാഇ ആഴത്തിൽ പഠിക്കുവാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.